എന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളിയെ നിലയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ അതുമൊരു കേസ് എടുക്കണമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകാത്തത്? എം വി ഗോവിന്ദൻ്റെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് ശരിയല്ല, മലപ്പുറം രാജ്യമല്ല, മലപ്പുറം സംസ്ഥാനമല്ല, മലപ്പുറം ജില്ലയാണ് എന്നുള്ള പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അതിലപ്പുറം ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ തീ പോലെ തോന്നുന്നതിന് ചിലപ്പോൾ പേടിക്കും. അതേപോലെയാണത്. ഇപ്പോൾ SNDP യോഗം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ വീഴവ വോട്ടുകളും തീയ വോട്ടുകളും അവർ പറയുന്നതിനനുസരിച്ച് പോകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഇവിടെയുള്ള SNDPക്കാർക്ക് പോലും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇവിടെ രണ്ട് സമുദായ സംഘടനകൾ, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട രണ്ട് സമുദായ സംഘടനകൾ നേരത്തെ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ഒന്ന് SNDP യോഗം, അവർ SRP ഉണ്ടാക്കി. അതേപോലെ തന്നെ NSS, അവർ NDP ഉണ്ടാക്കി. ഇത് കുറച്ചു കാലം നിന്നിട്ട് മുന്നണിയുടെ ഭാഗമൊക്കെയായി നിന്നു, മന്ത്രിമാരൊക്കെ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായി. പിന്നീട് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇവിടെ നമുക്ക് പിന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി പോലും ഒറ്റ നേതാവിൻ്റെ പാർട്ടി പോലും എത്രയോ കാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടികൾ രണ്ടും ഇല്ലാതെ, കാരണം ജനങ്ങളുടെ പിന്തുണയില്ല. ഇവിടെ BDJS ഉണ്ടാക്കിയ സമയത്ത്, BDS BJPയുമായി ചേരുന്ന സമയത്ത് ഞാൻ BJPയുടെ ഒരു സമുന്നതനായ നേതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഹിന്ദുത്വ പാർട്ടിയാണ്, അതിൽ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ആളുകൾ തന്നെയാണല്ലോ, ഇവർ പറയുന്നു അതാണ്, പിന്നെ എന്തിനാണ് ഒരേ രീതിയിൽ രണ്ട് പാർട്ടികൾ, അവർ നിങ്ങളുടെ കൂടെ ചേർന്നാൽ നിങ്ങളുടെ കാലിലെ മണ്ണല്ലേ പോവാന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് അവർ വന്നതിൻ്റെ കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ പാർട്ടി വേറെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ഒപ്പം ചേർന്നാലും ഇല്ലെങ്കിലൊക്കെ BJPക്ക് വോട്ട് കിട്ടുന്നത് BJPയുടെ വളരെ തന്ത്രപരമായ അവരുടെ നയങ്ങളോട് യോജിപ്പില്ലെങ്കിലും ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ തന്ത്രപരമായ രൂപത്തിൽ രാഷ്ട്രീയം നടത്തുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP തന്നെയാണ്. വളരെ കൃത്യമായിട്ട് അവരുടെ ഹിന്ദുത്വ അജണ്ട അവർ പരമാവധി ഇടങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അത് എത്തിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പോകുന്നതും CPM വോട്ടുകളാണ്. കാരണം CPMൻ്റെ കാര്യത്തിൽ CPMൻ്റെ ബ്രാഞ്ച് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പണ്ടുണ്ടായിരുന്ന ബ്രാഞ്ചിൻ്റെ ദൃഢതയൊന്നും ഇപ്പോൾ ഇല്ല. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള കമ്മിറ്റികളുടെ കാര്യത്തിൽ, ലോക്കൽ കമ്മിറ്റി മുതലുള്ള കാര്യം പറയാനുമില്ല, പേരിനതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ ബ്രാഞ്ചിലുള്ള ആളുകളെ ഒപ്പം നിർത്താൻ, പുതിയ തലമുറയെ ഒപ്പം നിർത്താനൊക്കെ CPMന് പറ്റുന്നില്ല. അത് പരമാവധി വർഗീയതയിലൂടെ ഈ ക്ഷേത്രങ്ങളിലെയും മറ്റും പ്രവർത്തനങ്ങളിലൂടെ ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. അതൊറ്റ കാര്യമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്നൊരു ധാരണ CPMനുണ്ട് എങ്കിൽ അതുകൊണ്ടാണ് പ്രീണനം നടത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. വെള്ളാപ്പള്ളി അപ്പുറം ചാടിയാലും ഇപ്പുറം ചാടിയാലും കണ്ണുരുട്ടി പേടിപ്പിക്കലുള്ളൂ. വെള്ളാപ്പള്ളി മാത്രമല്ല, ഈ NSSൻ്റെ സുകുമാരനാർ പണ്ട് പറയാറില്ലേ, ഞങ്ങൾ അപ്പുറം ശരി ദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും പേടിപ്പിക്കൽ മാത്രമാണ്. ഇതുകൊണ്ട് ഇവർക്കൊന്നും വോട്ടിനെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തി, വീഴ വിഭാഗത്തിലെ ഓരോ വ്യക്തിക്കുമുണ്ട് അവരുടെ തോൽപ്പിക്കാൻ പറഞ്ഞവരൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ചരിത്രവുമുണ്ട്. അതും കൂടി പറയണമല്ലോ ഇപ്പോൾ പറയുമ്പോൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.